ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കീലും ബാക്കിയുള്ള ആൾക്കാരും കൂടി ചേർന്നുകൊണ്ട്. അപ്പോൾ വക്കീൽ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടിക്കൊരു ഭാവിയുണ്ട്, അത് കോളേജിൽ പോകുന്നൊരു കുട്ടിയല്ലേ, അത് പഠിച്ച് പാസ്സായി കുടുംബം നോക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങളിങ്ങനെ കേസ് പിൻവലിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ആ കുട്ടിയുടെ ജീവിതം പോകില്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയാണെങ്കിൽ പോണെങ്കിൽ പോട്ടെ, അവനെ തെറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണം. അവൻ എന്തുകൊണ്ട് ആലോചിച്ചില്ല? അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. എൻ്റെ പണമാണ് അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്, എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി. അപ്പോൾ അവൻ്റെ ഭാവി ജീവിതം പോട്ടെ, അതായിരിക്കും നല്ലത്. നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. പാവൻ ചെറുപ്പക്കാരൻ, അതിൻ്റെ അമ്മ അനാഥയായി പോവില്ലേ? അവരുടെ കുടുംബം വഴിയാതാരായി പോവില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് എന്ത് പാരിതോഷികം വേണമെങ്കിലും ഞങ്ങൾ തരാം എന്ന് പറയാണ്. ഓഹോ, അത് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞങ്ങൾ ഒരു 50,000 രൂപ തരാം. അയ്യേ, 50,000 രൂപയോ? ആർക്ക് വേണം ഈ 50,000 രൂപ? കേസൊന്നും പിൻവലിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. 50,000 രൂപ തന്നുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല എന്ന് പറയണം. അയ്യോ, എങ്കിൽ പിന്നെ 1,00,000 മതിയോ? 1,00,000 തരാം. അയ്യോ, അതൊക്കെ കുറവാ, 1,00,000 ഒന്നും പോരാ എനിക്ക്. ഞാൻ കേസ് പിൻവലിക്കുന്ന പ്രശ്നമില്ല. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ കേസ് പിൻവലിക്കുന്ന പ്രശ്നമില്ല. 1,00,000 രൂപയും കൊണ്ട് വന്നിരിക്കുന്നു. ആർക്ക് വേണം ഈ 1,00,000 രൂപയൊക്കെ? അവനെ ജയിലിൽ കിടക്കട്ടെ, അവൻ അഴി എണ്ണണം, അതാണ് വേണ്ടത്. അവളും അവൻ്റെ കുടുംബമൊക്കെ ഒരു പാഠം പഠിക്കണം, അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വക്കീൽ ഇങ്ങനെ ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എനിക്ക് വേണ്ടത് ഒരു 2,00,000 രൂപ. 2,00,000 രൂപ കുറഞ്ഞ ഒരു പരിപാടിയില്ല. 2,00,000 രൂപ തരാമെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കാം എന്ന് പറയാം. ഇത് കേട്ട വക്കീലിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. 2,00,000 രൂപയല്ലേ, തന്നേക്കാം, ഓക്കെ, 2,00,000 രൂപ കൺഫേം ആണ് എന്നിങ്ങനെ പറയാം. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ചേട്ടാ, ഈ 2,00,000 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇവർ സമ്മതിച്ചല്ലോ. അതിൽ കൂടുതൽ ചോദിച്ചാൽ മതിയായിരുന്നു, ഒരബദ്ധം പറ്റിപ്പോയല്ലോ. കൂടുതൽ ചോദിച്ചിരുന്നെങ്കിൽ അവർ കൂടുതൽ തന്നാനായിരുന്നു. ആകെ അമളി പറ്റിപ്പോയി. നിങ്ങളെന്താ ആലോചിക്കുന്നത്? 2,00,000 രൂപ തരുമല്ലോ അല്ലേ? തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഭാമയാണെങ്കിൽ, അതേ ചന്ദ്ര, 2,00,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കേസ് പിൻവലിക്കാന്നൊക്കെ പറഞ്ഞത്, അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. ഒന്ന് മിണ്ടാതിരിക്കും മാമേ, ഞാൻ ഇവിടെ സംസാരിക്കട്ടെ. അതെ, നിങ്ങളുടെ 2,00,000 രൂപയിൽ ഞാൻ വീണുപോയെന്നും അല്ല, പിന്നെ ഒരു ചെറുക്കൻ്റെ ഭാവി, ആ ഭാവി സുരക്ഷിതമാക്കണമല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ ചെറുക്കന് പഠിക്കാനുണ്ട്, ഇനി ഭാവി ജീവിതത്തിൽ വലിയ ആളാവണം, കുടുംബം നോക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് കേസ് പിൻവലിക്കാമെന്നൊക്കെ ചിന്തിച്ചത്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴും വക്കീൽ മനസ്സിലായി, ഏതായാലും നിങ്ങൾക്ക് പരാതി ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ഈ പേപ്പറിലൊന്ന് എഴുതി സൈൻ ചെയ്തു തരണം എന്ന് പറയാണ്. ഓഹോ, അത് ശരി, അങ്ങനെ വരട്ടെ. ആദ്യം എൻ്റെ പൈസ കയ്യിലേക്ക്, അല്ലെങ്കിലേ ഞാൻ ഈ പരാതി ഇല്ലാന്നും പറഞ്ഞ് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറ്റിച്ചാലോ? എന്ത് ചെയ്യും? അയ്യേ, ഞങ്ങൾ പറ്റിക്കൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് 2,00,000 രൂപ എടുത്തിട്ട് ചന്ദ്രയുടെ മുന്നിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, 2,00,000 രൂപ എടുത്തു നിങ്ങൾ. എങ്കിൽ നിങ്ങൾ ഒരു പേപ്പറും പേനയും താ, ഞാൻ പരാതി ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് എഴുതി സൈൻ ചെയ്ത് തരാം എന്ന് പറയാണ്. അത് ഇവിടെ വെച്ചല്ല, പോലീസ് സ്റ്റേഷനിൽ പോയാണ് നിങ്ങൾ എഴുതി സൈൻ ചെയ്ത് തരേണ്ടത് എന്നൊക്കെ സംസാരിക്കുക. പോലീസ് സ്റ്റേഷനിലോ? അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നെഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ തരില്ലെന്നാണോ പറയുന്നത്? അയ്യോ, നിങ്ങൾ ഈ പൈസ എടുത്ത് നിങ്ങൾ മാറ്റി വെച്ചോ, ഞങ്ങൾക്ക് വേണ്ടാന്നേ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇത് സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി എന്ന് പറയാണ്. എന്നിട്ടപ്പോഴേക്കും എങ്കിൽ പിന്നെ ഓക്കെ, ഞാൻ സൈൻ ചെയ്ത് തന്നേക്കാം എന്നും പറഞ്ഞ് ഇവിടെ സോൾവ് ആകുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണെങ്കിൽ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. രവിക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാനും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ രേവതിയും സച്ചിയും കൂടി ഇറങ്ങി വരികയാണ്. അപ്പോൾ സച്ചി ചെന്നിട്ട്, അച്ഛാ, എന്താ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത്? അച്ഛാ, ഭക്ഷണം കഴിക്കാം. അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ, എനിക്ക് വേണ്ട. അച്ഛൻ എന്തുകൊണ്ടാണ് വേണ്ടതെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി, അമ്മയില്ലാത്തത് കൊണ്ടല്ലേ. അമ്മയില്ലാത്തത് കൊണ്ട് അച്ഛൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛാ, എന്താ അച്ഛാ ഇത്? അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ അച്ഛൻ ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ശരീരത്തിനത് കേടല്ലേ?
കഴിക്കുക അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെഞ്ചുക. അപ്പോൾ രേവതിയും പറയുകയാണ്, അച്ഛ ഇങ്ങനെ ഞങ്ങളെ സങ്കടപ്പെടുത്തരുതിട്ട് അച്ഛ, അച്ഛൻ ഭക്ഷണം കഴിക്കുക. അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സച്ചിയുടെ ഫോണിലേക്ക് ആ വക്കീലിൻ്റെ കോൾ വരുന്നത്. അയ്യോ വക്കീലാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആ കോൾ എടുക്കുകയാണ്. ആ വക്കീലെ, എടോ സച്ചി, എടോ ദേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നട്ടോ, തൻ്റെ അമ്മ കേസ് പിൻവലിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി, എന്താ സാറേ എന്താ പറഞ്ഞത്, എനിക്കിത് വിശ്വസിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അതേടോ, തൻ്റെ അമ്മ കൊടുത്ത കേസ് തൻ്റെ അമ്മ തന്നെ പിൻവലിച്ചുന്നേ. അതെ, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ദൈവമേ, എനിക്കിതിൽ പരം സന്തോഷം ഇനി ഒന്നും കിട്ടാനില്ല. അപ്പോൾ രവിയും രേവതിയൊക്കെ ഓടി ഇങ്ങോട്ട് വരും. അപ്പോൾ രവി ചോദിക്കണം, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ അച്ഛാ, അതെ അമ്മ കൊടുത്ത കേസില്ലേ അത് പിൻവലിച്ചു. ഈ ശരത്തിന് നിരകളൊക്കെ കൊടുത്ത കേസ് അത് പിൻവലിച്ചു വെച്ചാ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു. സാറേ എങ്ങനെയാ ഇത് കൈകാര്യം ചെയ്തത്? ഓരോരോ ക്ലയൻറ്റിനെ കാണുമ്പോൾ എനിക്കറിയാം അവരുടെ സ്വഭാവം എന്താണ്, അവർ ഏത് ക്യാരക്ടറാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ തൻ്റെ അമ്മയുടെ മനസ്സ് ഞാൻ മാറ്റിയെടുത്തടോ. അമ്മയെ ഞാൻ നന്നായിട്ട് ബ്രെയിൻ വാഷ് അങ്ങോട്ട് ചെയ്തു. ലാസ്റ്റ് അവർ ശരത്തിൻ്റെ ഭാവി കാര്യത്തെക്കുറിച്ച് ഓർത്തൊക്കെ ചിന്തിച്ചു. ആ ചെറുക്കരെ ഭാവിയുള്ളതല്ലേ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ അമ്മ പരാതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്തു തന്നു. സാറേ, എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയത് പോലുമല്ല സാറേ. അതെല്ലാം എൻ്റെ കഴിവാടോ. ഞാൻ ഏതായാലും പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ, ഇനി കേസില്ല, ഒരു കാര്യവും ഇല്ല. താൻ ഫ്രീ ആയില്ലേ, ഞാനൊരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് സാറേ, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. ഇവരാണെങ്കിൽ തുള്ളിച്ചാടി ആസ്വദിച്ചങ്ങ് നിൽക്കുക. അപ്പോൾ സച്ചി കിടന്ന് തുള്ളുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ഇറങ്ങി വരികയാണ്. ബാക്കി നമ്മുടെ ശ്രീകാന്തും ഒക്കെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, നീ എന്താടാ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? ഇവിടെ അമ്മ പോയതിൻ്റെ സങ്കടത്തിൽ വിഷമിച്ചിരിക്കാൻ ഞങ്ങൾ. ആ സമയത്ത് അവൻ കിടന്ന് തുള്ളുന്നോ എന്ന് പറയാ. അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ടൊരു ഉമ്മയും കൊടുത്തിട്ട്, ചെവിടാ എന്താണ് ഇത്? ഞാൻ അമ്മ കാരണം തന്നെയാണ് സന്തോഷിക്കുന്നത്. അമ്മ കാരണം എന്താ നിനക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ, അതെ ശരത്തിനെതിരെ കൊടുത്ത കേസില്ലേ അത് അമ്മ പിൻവലിച്ചു. ഇത് കേട്ട് ഇവർ രണ്ടും ഞെട്ടിപ്പോവാനേ. കേസ് പിൻവലിച്ചെന്നാ? അതേടാ ശ്രുതി, ആ കേസ് പിൻവലിച്ചു. ഞങ്ങളിപ്പോൾ വക്കീലാ വിളിച്ചത്. വക്കീലാ പറഞ്ഞത് അമ്മ കേസ് പിൻവലിച്ചു എന്നും പറഞ്ഞ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്ത് കൊടുത്തെന്ന്. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോണ്. ദൈവമേ, അമ്മക്കിത് എന്തു പറ്റിയേ? ഒരിക്കലുമില്ല, എൻ്റെ അമ്മ അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കില്ല. ശരത്തിനെ സ്റ്റേഷനിലാക്കണമെന്നാണല്ലോ, ജയിലിലടക്കണമെന്നാണല്ലോ അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണോടാ മണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ശ്രീകാന്തിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടാ പറഞ്ഞ സത്യം തന്നെയാണോ സച്ചിയേട്ടാ? പിന്നെ അല്ലാതെ നമ്മുടെ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചതൊന്നും എനിക്കും മനസ്സിലായില്ല. പക്ഷേ കേസ് പിൻവലിച്ചെന്ന് പറഞ്ഞത് അത് സത്യം തന്നെയാണ്. ഇവർ സന്തോഷം കൊണ്ട് മറന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ശ്രുതിയാണല്ലോ, ചേട്ടാ ഇതെന്താ കേസ് പിൻവലിച്ചെന്നോ? ഈ ആൻറ്റിക്ക് ഇതെന്താ പറ്റിയത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ആൻറ്റി അങ്ങനെ ചെയ്യുന്നൊരു കൂട്ടത്തിലല്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ നേരെ രവിയുടെ കാലിങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ്. അപ്പോൾ തിരുമ്മി കൊടുത്ത സമയത്ത്, എടാ നീയേ അച്ഛനെ വെറുതെ സോപ്പിടണ്ട, അച്ഛൻ്റെ കാല തിരുമിച്ചിട്ട് നീ കാര്യം സാധിക്കാനുള്ള പരിപാടിയാണല്ലേ അച്ഛാ. ഏതായാലും അമ്മ കേസ് പിൻവലിച്ചു, അമ്മയെ പോയി വിളിച്ചുകൊണ്ട് വാ അച്ഛാ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഞാനല്ലല്ലോ അവളെ പറഞ്ഞു വിട്ടത്. എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയതല്ലേ, ഞാൻ വിളിച്ചുകൊണ്ട് വരില്ല. എന്തിനാ അച്ഛാ, പ്ലീസ് അച്ഛാ ഒന്ന് വിളിച്ചുകൊണ്ട് വാ അച്ഛാ, ഞാനല്ലേ പറയുന്നത് അച്ഛനോട്, ഒന്ന് വിളിച്ചുകൊണ്ട് വാ അച്ഛാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ലെന്നല്ലേ പറഞ്ഞത്. എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് അവൾ പോയത്. അവൾ പല പ്രാവശ്യം ഇതേപോലെ ഇറങ്ങി പോയിട്ടുണ്ട്. അതേപോലെ അവൾ തിരിച്ചിങ്ങോട്ട് വന്നോളും. അച്ഛാ ഇത് അതേപോലെ അല്ലല്ലോ. അച്ഛാ അച്ഛൻ പോയി വിളിച്ചില്ലെങ്കിൽ അമ്മ അവിടെ തന്നെ താമസം തുടങ്ങും, പിന്നെ ഇങ്ങോട്ട് വരിക പോലുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ താമസം തുടങ്ങണമെങ്കിലേ തുടങ്ങിക്കോട്ടെ, എന്നെ പോലും ഒരു ചിന്തയില്ലാതെ അവൾ ഇറങ്ങിപ്പോയതാ.
ഹാ, അവൾക്ക് അല്ലെങ്കിലും അറിയില്ല സ്നേഹിക്കുന്നവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. അവൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അവളുടെ വാശിയാണ് വലുത്. അവളുടെ വാശിയാണ് വലുതെങ്കിൽ അത് തന്നെ നടക്കട്ടെ, അല്ലാതെ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാനോ കൂട്ടിക്കൊണ്ട് വരാനോ ഒന്നും സമ്മതിക്കില്ല എന്നിങ്ങനെ രവി ഇങ്ങനെ പറയാ. അപ്പൊ രവി പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്നാലും എന്തിനാണ് ആൻറ്റി കേസ് പിൻവലിച്ചത്? എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. കേസ് പിൻവലിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും? ആൻറ്റി അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രവിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഈ ശ്രുതിയെ നോക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കുകയാണ്, അതെന്താ ശ്രുതി, അമ്മ കേസ് പിൻവലിച്ചത് ശ്രുതിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നല്ലോ. അയ്യോ രേവതി, ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞല്ല രേവതി. അല്ല, ആൻറ്റി പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നല്ലോ, അവൻ ജയിലിൽ കിടക്കട്ടെ, അവനെതിരെയുള്ള കേസ് പിൻവലിക്കില്ല, അവൻ ജയിലിൽ കിടക്കേണ്ടവനാണ്. അപ്പോൾ പെട്ടെന്ന് കേസ് പിൻവലിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് പോയതാ എന്തുകൊണ്ടായിരിക്കും കാരണമെന്നൊക്കെ. ഇത് ഇടഞ്ഞപ്പോഴേക്കും ആ അമ്മയ്ക്ക് വല്ല മാനസാന്തരം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് ശ്രീകാന്ത് പറയാ. അതെ, അമ്മയുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഞാൻ അവൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിയായിരിക്കും എന്ന് ശ്രുതിയോട് പറഞ്ഞപ്പോൾ ഏതായാലും ആൻറ്റി കേസ് പിൻവലിച്ചല്ലോ, കേസും കൂട്ടങ്ങളെല്ലാം കഴിഞ്ഞു. അങ്കിള് പോയി ആൻറ്റിയെ വിളിച്ചോണ്ട് വാ, അങ്കിള് വിളിച്ച് ഉറപ്പായിട്ടും ആൻറ്റി വരും. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആരും വിളിക്കണ്ട, ഞാൻ വിളിച്ചാലേ എൻ്റെ അമ്മ വരും, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാ, അതുകൊണ്ട് ഞാൻ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞു. എടാ നിൽക്കടവിടെ, നീ അവിടെ പോകുന്നുണ്ടോ ഓട്ടക്കാരാ? നീ എങ്ങും പോകേണ്ട ആവശ്യമില്ല, അച്ഛൻ തന്നെ പോയി വിളിച്ചോണ്ട് വരും. അച്ഛാ പ്ലീസ് അച്ഛാ വിളിച്ചോണ്ട് വാ. സച്ചി വേണ്ട, ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഞാനേതായാലും ചന്ദ്രയെ വിളിക്കാൻ പോവില്ല. അവൾക്ക് എന്നോട് അല്പം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളും മടങ്ങി ഇങ്ങോട്ട് വന്നാനായിരുന്നു. ഞാൻ അവളെ പോയി വിളിക്കുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ചന്ദ്ര പണം നമ്മുടെ ഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഭാമേ, ഈ പൈസ എടുത്ത് വെച്ചേര് നമ്മൾ അലമാരയിൽ പൂട്ടി വെക്കുക. അതെ, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇത് സുരക്ഷിതമായിരിക്കും. നീ എപ്പോഴും പറയാറുണ്ടല്ലോ രേവതിയുടെ ഫാമിലി കൊണ്ട് നിനക്ക് ഒരു ഉപകാരമില്ലെന്ന്. ഇപ്പം രേവതിയുടെ ഫാമിലി കൊണ്ട് നിനക്ക് 2 ലക്ഷം രൂപ നിന്റെ കയ്യിൽ കിട്ടിയില്ലേ ചന്ദ്രേ? അത് രേവതിയുടെ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായതല്ല, അവൻ്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പരാതി ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു. അതുകൊണ്ട് ഈ വക്കീൽ എനിക്ക് തന്ന പാരിതോഷികമാണ്, അല്ലാതെ ഇത് രേവതിയുടെ ഫാമിലി കൊണ്ട് എനിക്ക് ഉപകാരമൊന്നും ഉണ്ടായതല്ല എന്നിങ്ങനെ ചന്ദ്ര പറയാം. ഞാൻ ആവശ്യമുള്ളപ്പോൾ ഈ പണം എടുത്തോളാം കേട്ടോ, നീ ഇതിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇത് സോൾവ് ആകുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയും അതേപോലെ തന്നെ മീരയും കൂടി സംസാരിക്കുകയാണ്. എടി, എന്നാലും എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. എന്നാലും ആ കേസ് ആൻറ്റി എങ്ങനെ പിൻവലിച്ചു? ആ കേസ് പിൻവലിക്കണ്ടായിരുന്നു. ആൻറ്റിയുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറിയോ? അങ്ങനെ ആൻറ്റിയുടെ മനസ്സ് മാറാനായിട്ട് സാധ്യത കുറവാണ് മീരെ. ആൻറ്റിയെ ആരോ സ്വാധീനിച്ചു. ആൻറ്റിക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ആൻറ്റി അംഗീകരിക്കപ്പെടുള്ളൂ. കാരണം ആൻറ്റി അത്ര പെട്ടെന്ന് ആൻറ്റിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആൻറ്റി കേസ് പിൻവലിച്ചത്. പക്ഷെ അതെന്തായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് നമ്മുടെ ആൻ്റണിയുടെ കോള് വരുന്നത്. അപ്പോൾ ആൻ്റണിയുടെ കോള് കണ്ടുകഴിയുമ്പോഴത്തേക്കും ആൻ്റണിയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. ശ്രുതി, നിങ്ങൾ പൈസ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്താ പൈസ കൊണ്ടുവരുന്നില്ലേ? ഇവിടെ ഇയാളുടെ ജീവൻ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പൈസ കൊണ്ടുവരണം. അയ്യോ ആൻ്റണി, ഞാൻ പൈസ കൊണ്ടുവരാം ആൻ്റണി. ഇയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വെച്ചില്ലെങ്കിൽ ഇയാൾ തട്ടിപ്പോകും, പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അയ്യോ ആൻ്റണി ഇങ്ങനെ ധൃതി കൂട്ടല്ലേ, ഉറപ്പായിട്ടും ഞാൻ പൈസ കൊണ്ടുവരാം, അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, പ്ലീസ് ആൻ്റണി എന്ന് പറയണം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയാണ് ആൻ്റണിയെ വിളിച്ചത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയാണ്. രേവതിയുടെ അമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ദേവ് ഓടി വരുന്നത്. അമ്മേ, കോള് വന്നിരിക്കുന്നു. പിന്നെ ആൻറ്റി ഇല്ലേ ശരത്തിന് നേരെ കൊടുത്ത കേസ് പിൻവലിച്ചുവെന്ന്. പിൻവലിച്ചുവെന്നോ? എൻ്റെ ഭഗവാനെ, നീ ഓടി ചെന്ന് അവരോടൊക്കെ പറഞ്ഞിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് ദേവ് ഇറങ്ങി ഓടുകയാണ്. ഈ അമ്മയാണെങ്കിൽ ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാലും ഇന്ന് പ്രാർത്ഥന കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ സച്ചിയും ശരത്തും രേവതിയും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് കയറി വരിക. ശരത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കെട്ടിപ്പിടിക്കണം അമ്മ. രേവതിക്ക് ഈ ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അമ്മേനോട് ക്ഷമിക്കണം അമ്മേ, ഞാൻ തെറ്റ് ചെയ്തു പോയി അമ്മേ, അമ്മേനോട് ക്ഷമിക്കണം. മോനെ, പല പ്രാവശ്യം മോനോട് പറഞ്ഞല്ലേ ആൻ്റണിയോട് പിന്നാലെ കൂടരുത്, നിനക്ക് തെറ്റേ സംഭവിക്കുള്ളെന്ന്. എന്നിട്ട് അമ്മ പറഞ്ഞൊന്നും കേട്ടില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ
സംഭവിക്കാനുള്ള കാരണം അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ക്ഷമ ചോദിക്കേണ്ടത് അമ്മയോടല്ല, ഇവിടെ വേറൊരാളോടാ. നീ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും നിന്റെ ഭാവി ജീവിതം ആലോചിച്ച് നിന്റെ കൂടെ നിന്നു. നിന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആ സച്ചിയോടാണ് നീ പോയി ക്ഷമ ചോദിക്കേണ്ടത് എന്ന് ശരത്തിനോട് പറയുകയാണ്. ശരത്താണെങ്കിൽ സങ്കടത്തോടെ നമ്മുടെ സച്ചിയെ നോക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.